നല്ല സാധനം കേട്ടോ. കിട്ടി മക്കളെ, കിട്ടി കിട്ടി കിട്ടി. ഓ 6 ലിറ്റി വാടാ മുടുകെ സംഭവം. നമ്മളെ തീറ്റമ്മ ഒരുത്തൻ കയറിയിരിക്കാണ്. കൊള്ളാം, പൊളി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ചായ കുടിക്കുകയാണല്ലേ. രാവിലെ എണീറ്റ് 8:30 സമയമായി. എൻ്റെ കുളി കഴിഞ്ഞു, ആരും കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടുള്ളൂ അല്ലേ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുളിച്ചോണ്ട് കേട്ടോ. ദോശയുണ്ട്, കട്ടൻ ചായ ഉണ്ട്. അങ്ങനെ ഉണ്ടോ? ചായ കുടിച്ചാതെ കുളിച്ചാൽ ജലദോഷം പിടിച്ചു. അതാണ് ഓള് കുളിച്ചാത്തത് അല്ലേ? അതൊക്കെ അറിയില്ല. അങ്ങനെ ഉണ്ടല്ലേ. വളവത്തിയ അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പോട്ടെ പോട്ടെ പോട്ടെ. ഓക്കെ, അവള് പോയി. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങാടി. നല്ല കാലാവസ്ഥയാണ്, അടിപൊളി. ഈ കൂലിപ്പണിക്കാർക്ക് 2 ദിവസം മഴ പെയ്തപ്പോ പണി കുറഞ്ഞു. അതൊക്കെ നമ്മളെ ഓട്ടത്തിനെ ബാധിക്കും. തോട്ടിലൊക്കെ പറ്റ വെള്ളം കുറഞ്ഞിട്ടോ. ഇപ്രാവശ്യം തോട്ടിന്നൊന്നും കുടിച്ചില്ല, അതിൽ മാത്രം വെള്ളം കയറിയിട്ടുണ്ട്. കൊള്ളാം. ആരടാ സ്റ്റാൻഡ് കുത്തിപ്പൊളിച്ചിട്ട് കേട്ടോ. അവിടെ കോൺക്രീറ്റിംഗ് ആണ്, സൈഡില് കോൺക്രീറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അവർ പോയതായിരുന്നു. പക്ഷെങ്കിൽ അവര് അത് റെഡിയാക്കിയില്ല. അതാണ് വെച്ച് നമ്മൾ വൈക്കട നിന്നില്ല കേട്ടോ. 8:55 നമ്മക്ക് കൊടുത്ത് അയ്യോ സ്റ്റാൻഡിലേക്ക് എത്തി. 8:55 9 മണിക്കാണ്. ഓക്കെ. അപ്പൊ ഇന്ന് ഇടയിൽ വെച്ച് ഞാൻ ഇന്നലെ കോൺക്രീറ്റ് വരുന്നതായിരുന്നു, പക്ഷെ ഇന്നലെ വന്നില്ല. അപ്പൊ ഇന്നെന്തായാലും കോൺക്രീറ്റ് ഉണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ നമുക്ക് വണ്ടി ഇവിടുന്ന് മാറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. നോക്കാം. ഇത് കോൺക്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതിലെ വെള്ളം നിന്ന് ചളിയാവാണ്. അതായത് ഇവിടെ ഇങ്ങനെ ഈ റോഡ് ടാറിങ്ങിൻ്റെ ഒരു കനുണ്ടല്ലോ, അവിടേക്ക് അങ്ങോട്ട് കുണ്ടായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ മണ്ണെടുത്ത് നല്ല വൃത്തിയിൽ തന്നെയാണ് പണി ചെയ്യുന്നത് കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ ചെയ്യണം. ഇത് ഫുള്ളായിട്ട് ഇതിങ്ങനെ കോൺക്രീറ്റ് ചെയ്യും. നമുക്കും തന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെറുതെ അത് എത്രയോ സ്ഥലത്ത് ഇപ്പം അതിന് കൂടെ ഇല്ല, കൊട്ടയില്ലാതെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഇവിടെ ഈ ഫ്രണ്ടിലൊന്നുമില്ല, അങ്ങോട്ടൊക്കെ ഉണ്ട് കൊട്ടയില്ലാത്ത ഒരുപാട് കമ്പിക്കൂടാരം. അത് വെറുതെ അത് പോളി, നമ്മുടെ ടൗണിൽ പോളിയത് വേണ്ടിയല്ല പോട്ടെ. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വണ്ടി ഞങ്ങൾക്ക് അടുപ്പിച്ചെടുത്താൻ വേണ്ടി പറ്റും. ഇത് ഞങ്ങളെ ഷോൾഡർമത്തെ കുത്താണ്. ഷോൾഡർമ ഒറ്റ കുത്താ മോനെ. എന്താ വേദന എത്തിയിട്ട് പുറത്താൻ വയ്യ. കോട്ടൊക്കെ ഉണ്ട്. ബലപ്പം കൂടിയാലോ പണിക്ക്. എന്തായാലും 1000-800 രൂപ കൂലി വെക്കും. അറിയോ, എന്തായാലും കൂലി വെക്കും. ബലപ്പം കൂടേണ്ടി വരുമോ? വൈകുന്നേരം ആകുമ്പോൾ കൂലി വെക്കും. അല്ലാതെ നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമില്ല. പണിക്കാർ വന്നിക്കണം. ഇതിന്ന് കോൺക്രീറ്റ് ചെയ്യോ? ഉറപ്പായിട്ട് ഇതിൻ്റെ മുന്നൊരട്ട ഇവിടെ ക്ലീനാക്കി പോയതാണേ. കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്താൽ മതി. ഇവിടെ വെള്ളം നിന്നിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഇവിടെ ഇപ്പം വായ്യ രണ്ടാളും വായ്യ. ബ്ലോഗറാണ്. അതൊക്കെ എനിക്കറിയാമല്ലേ. മലയാളം കുറച്ച് അറിയാം. എവിടെ സ്ഥലം? കൽക്കട്ട. കൽക്കട്ട പോയിട്ടുണ്ട് ഞാനേ. അല്ല പോരാ അവിടെ. കൽക്കട്ട പോലീസ് അച്ഛനേ.
റോഡ് പൊളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അത് ശരി, അത് ശരി. നമ്മൾ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കേണ്ട ഒരു ഇത് ഇവിടെ ചളിയൊക്കെ പോരാനേ. നമ്മൾ സഹകരിച്ചു കൊടുക്കണം. സഹകരിച്ചുമ്പോൾ പെട്ടെന്ന് പണി തീരും. പെട്ടെന്ന് ഇവിടെ നിന്ന് തീർന്നാൽ നമുക്ക് അതിൻ്റെ സൗകര്യം ഉണ്ടാവും. കണ്ടോ ഈ ചളിയൊക്കെ ഇവിടെ പോകണം. സക്കീർ ഖാൻ്റെ ഇന്നത്തെ ഇൻ്റർവ്യൂ നമുക്കൊന്ന് എടുത്ത് നോക്കാം. എപ്പോഴെത്തി? 8 മണി ആയിക്കണല്ലേ? കഴിഞ്ഞിട്ട് കിട്ടി. വാ വലിയ അതിശയണൊക്കെ. 30 റുപ്യ കിട്ടിയില്ല 8 മണിയായപ്പോഴേക്ക് അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ട് പോലും കിട്ടിയിട്ടില്ല. ഇപ്പം സമയം 9 മണി കഴിഞ്ഞു. ഇപ്പം സമയം എത്രയായി? 9:30 ആയിട്ട് നമ്മൾക്ക് കൈനീട്ടം കിട്ടിയിട്ടില്ല. 3ാമത്തെ വണ്ടിയാണ്. ഇയാൾ മുന്നിൽ ഇരുന്നിട്ട് വേണം ഇയാളൊന്ന് മാന്തുക. ഏടോ അത് കുഴപ്പമില്ല. ഞാൻ വല്ല പാലക്കാടോ വല്ല ലോക്കൽ വരുമ്പോൾ ഞാൻ തിരിഞ്ഞിക്കാം. അത് മാന്തിക്കളോണ്ട് കേട്ടോ. എന്താ ചെയ്യാ? അതെ ഞാൻ ഇപ്പം മൂപ്പരെ വേക്കുന്നോട് മാന്താണെങ്കിൽ ഇച്ച് കിട്ടിയ ലോക്കലായിക്കാരം. പക്ഷെ എൻ്റെ വേക്കുന്ന ബലൊക്കെ മാന്ത വലിയ ട്രിപ്പായിക്കാരം. നമ്മൾ പേടിക്കണം. ഇവരൊക്കെ പയക്കവും തയക്കവും ചെന്ന ഡ്രൈവർമാരാണ് പോലെയൊക്കെ അല്ലേ? നിങ്ങൾ എത്ര വർഷമായി ഓട്ടോഷമേ? 14 വർഷം കഴിഞ്ഞു. 15ാമത്തെ വർഷം. 15 വർഷമായിട്ട് മൂപ്പരെ കുടുംബവും ജീവിക്കുന്നത് ഈ ഒരു വണ്ടി, ഈ ഒരു തൊഴിലാണ് അല്ലേ? വണ്ടി വേറെ ആയിരിക്കാം തുടക്കത്തിൽ. ഈ വണ്ടി ആവില്ലല്ലോ. ഇതേന്നോ? അല്ലല്ലോ, ഇത് പുതിയ വണ്ടിയല്ലേ? KL-51 A ആണ്. A എന്ന് പറയുമ്പോൾ 13 ഇത് 14 അല്ലേ? 2014 മോഡൽ. നമ്മൾ 2019 മോഡൽ. ഓണായി എടാ കാജി, നീച്ചുമ്പി സാധനം ശ്രദ്ധിച്ചോട്ടോ. ഞങ്ങൾക്കൊക്കെ നല്ല കുത്തിട്ടലുണ്ട്. നല്ല വേദനയൊക്കെ തട്ടിക്കഴിഞ്ഞു. കാരണം നമ്മൾ ശ്രദ്ധിക്കൂലേ. ഇത് ഷോൾഡറിനൊക്കെ തട്ടിയിട്ടില്ലേ? നല്ല വേദന ഉണ്ടായല്ലേ? ഇൻ്റെ തട്ടിയെന്ന് പറയും. കുറേ അല്ല, 2 വട്ടം തട്ടി. അപ്പം പിന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ്. ഇവിടുന്ന് ഇങ്ങനെ ആളുകൾ പോണതും അതുപോലെ ആ പണിയും വണ്ടി തള്ളാനാവുന്നതൊക്കെ ശരിക്കും മനസ്സിലാക്കാം. സരിക അതൊക്കെ കളികാവിലേക്ക് പോയിരുന്നു. എൻ്റെ ബാക്കത്തോൻ ഇന്ന മാന്തി മക്കളെ. ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിലെത്തിയിരുന്നു. എൻ്റെ ബാക്കത്തോൻ ഇന്ന മാന്തി. മൈ ഗോഡ്. ഓനേതെങ്കിലും ലോക്കിൽ കിട്ടി. നമുക്ക് ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോഴും നമ്മളുടെ ശുഭാർത്ഥ വിശ്വാസം നമ്മൾ കൈവിടായിരുന്നു. ട്രിപ്പ് അങ്ങനെ സംഭവിക്കും. അങ്ങനെ കാട്ടും. ഇവിടെ എല്ലാവരും കാട്ടും. അത് ഇന്നെ ചെയ്യണത് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാനൊരു മോശക്കാരനാവില്ലേ? നമ്മളോട് ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരിക്കട്ടോ. ഫസ്റ്റ് ഗ്യാപ്പ് അതിൻ്റെയൊക്കെ വരുമൊക്കെ. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ കൈനീട്ടം കിട്ടിയതിട്ടാ. ഓ മൈ ഗോഡ്, കൊള്ളാം. അതായത് 70 രൂപ കിട്ടി. 70 രൂപ നമുക്ക് കിട്ടുന്നത്. നമ്മൾ 9 മണിക്കാണ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. 10 മണി കൃത്യം 10 മണിക്ക് നമുക്ക് 70 രൂപ കിട്ടി. അതായത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് 70 രൂപ. അപ്പോൾ അതായത് ഒരു ശരാശരി കണക്ക് വെച്ച് വലിയൊരു മോശം എന്ന് പറയാനില്ല. പക്ഷെ എന്നാലും മോശമാണ്. അപ്പോൾ എന്താ പരിഹാരം ചോദിച്ചാൽ, ചിലപ്പോൾ ഇന്ന് ഓട്ടമില്ല എന്നാണെങ്കിൽ ഞാൻ ഏരിയയിലേക്ക് ചൂണ്ടയിടാനൊക്കെ വേണ്ടി പോകും. അതുള്ള കാര്യം ഞാൻ പറയാം. ഇന്ന് ഓട്ടമില്ല. ഒരു 11 മണി ആകുമ്പോഴേക്ക് എന്താ ഞാൻ അടുത്ത ട്രിപ്പിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ. അല്ലാന്നാണെങ്കിൽ ഒരു 11 മണി 11:30 12 മണി ആ റേഞ്ചിൽ ഞാൻ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോകും. ഞാൻ ആരെയിലൊക്കെ നാട്ടിൽ നിന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് പോകും ഞാൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇന്നലെയും ഒരുമാതിരി വിട്ടത് ദിവസം, മിഞ്ഞാന്ന് ഒരുമാതിരി വിട്ടത് ദിവസം. ഇങ്ങനെ ഓട്ടമില്ലാതെ നിൽക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് ചൂണ്ടയിടാനൊക്കെ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ ഓട്ടം കൂടുമായിരിക്കാം, പെരുന്നാളൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് ഇന്നൊക്കെ ചൂണ്ടയിടാൻ പോകാൻ പറ്റിയ കാലാവസ്ഥയാണ്. എല്ലാം കൊണ്ട് ഓക്കെയാണ്. ഓട്ടം മോശമാണെങ്കിൽ ഞാൻ പോകും. ഓട്ടം മോശമാണല്ലോ, നമുക്കിപ്പോൾ തന്നെ അറിയാം. ഈ 70 ഒരു മണിക്കൂറിൽ 70
അവൻ നല്ല കളി എന്നൊക്കെ പറഞ്ഞ നല്ല കളി ഉണ്ട് തരാം. കട്ടിലെ മൈനയെ പട്ടു പഠിപ്പിച്ചതാര് നിന്റെ അന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു 50 ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ലൈനിൽ തന്നെ ഇരിക്കുകയാണ്. ഞാനേ ഒരു Q&A വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യോ എന്ന് ചോദിക്കുന്ന, സ്ഥിരമായിട്ട് ചോദിക്കുന്ന നമ്മുടെ കുറച്ച് പ്രേക്ഷകരുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ കമൻ്റ് ആയിട്ടിടും. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഞാൻ ആ വീഡിയോ ചെയ്യാം, ഈ പറഞ്ഞതുപോലെ Q&A വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെങ്കിലും നിങ്ങൾ ചെയ്യും. എല്ലാ ക്വസ്റ്റ്യനും മറുപടി തരാൻ കഴിയുമൊക്കെ അറിയില്ല. എന്തായാലും പരമാവധി എല്ലാവരും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുക. അതിനെല്ലാത്തിനും പരമാവധി ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, എല്ലാത്തിനും ഉത്തരം തരാം. എന്താപ്പോൾ തരുന്നതിന് ഇപ്പോൾ അതിന് മാത്രം വലിയ ക്വസ്റ്റ്യനൊന്നും ഇപ്പോൾ അത്രയും വലിയ കമൻ്റ് ഒന്നും ഇപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുമൊന്നുമില്ല. നമ്മൾ നിങ്ങൾ സ്ഥിരം കുറച്ച് പേരുണ്ട് കമൻ്റ് എഴുതി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. നിങ്ങളുടെ ക്വസ്റ്റ്യനെ ഉണ്ടാവുള്ളൂ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു എഴുതി നിങ്ങൾക്ക് ഉത്തരം തരാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് നോക്കാമല്ലോ. ഞാനേ 10:10 ആയിട്ടോ. 10 ആയപ്പോഴും 70 റുപ്യക്കന്നെ ഓടിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനേ നാട്ടിൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നമുക്ക് ചൂണ്ടലിടാൻ പോകാമല്ലോ ചോദിച്ചാട്ടോ. പിന്നെ ഞാൻ ചൂണ്ടലിടാൻ പോകും. പോകും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പും കൂടി അങ്ങോട്ടാ നോക്കട്ടെ. ഞാൻ ഓനോട് പറഞ്ഞെന്താ വെച്ചാൽ ഈ ഒരു ട്രിപ്പ് കൂടി നോക്കിയിട്ട്, അതായത് മക്കളെ ആ പോകുന്ന കാക്കാനെ കൊണ്ടുവന്ന് വിട്ടാണ്. ഇത് സൽഫിയ കോളേജ് ആര്യമോളുടെ സ്കൂള് ഒക്കെ തന്നെ. ഇവിടെ ഈ കാണുന്ന മതിലിൻ്റെ അപ്പുറത്ത് നമ്മുടെ വീടാണ്. അപ്പോൾ ഇവിടേക്ക് ഒരു ലോക്കൽ കിട്ടി. സമയം 11 മണിയായിരുന്നു, 10:45. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് ഓടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അവനോട് പറഞ്ഞും ചെയ്തു എന്നാൽ പോവുക ചൂണ്ടലിടാൻ. ഓട്ടത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടേ ഏതായാലും ചൂണ്ടലിടാൻ പോയോട്ടെ. ഞാൻ വീട്ടിലേക്ക് പോവാം, എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് മുറിച്ചിട്ട് പോവാം. കൊണ്ടാട്ടിക്ക് വിളിച്ച് നോക്കുമ്പോഴേ എൻ്റെ തിന്നാണ്ടോ ചോദിച്ചു. തിന്നാണ്ട് കഞ്ഞിയാണ് ആറ്. കഞ്ഞിയാണെങ്കിൽ ഇച്ച് മാണ്ടാറ്. കഞ്ഞി അടച്ചേ, കഞ്ഞി കുടിച്ച് കഞ്ഞി അടച്ചു. അപ്പൊ നമുക്ക് അങ്ങാടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്നാം, എന്നിട്ട് ചൂണ്ടലിടാൻ വേണ്ടി പോവാം. വഴി ബ്ലോക്ക് ആക്കിയിരിക്കണം. ഒക്കെ എല്ലാം നാട്ടുകാരാണ്. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ വണ്ടി. തട്ടിയിരുന്നു. അപ്പൊ അതായത് അങ്ങാടി പോയിട്ട് 2 പൊറാട്ടയും അതിക്കുള്ള കറി കൂട്ടിയിട്ട് ഒരു 11:30 ആകുമ്പോൾ നമുക്ക് മട്ടനെ വരാം. നേരം വരെ 100 രൂപ. നല്ല ഓട്ടാട്ടോ. ഒരു KCB വണ്ടി ഉണ്ട് ഇവിടെ. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ മലയാളിയെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താ വെക്കണേ? എന്തൊരു തോട്ടി വെക്കാനൊക്കെ ഈ 2 സാധനം വല്ലാത്ത ചാവി. ഇതിങ്ങനെ കാണുമ്പോൾ എന്ന് ഞാൻ കരുതി ചോദിക്കാം, ഇങ്ങനെ 2 തോട്ടി ഇതിനുള്ളിൽ കയറ്റി വെച്ചത്. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് 2 സാധനം. എങ്ങനെയുണ്ട് പരിപാടി? ചുരുക്കാനുള്ളിൽ എങ്ങനെയുണ്ട് പരിപാടി? മഴയൊക്കെ ആയിട്ട് മഴ ആകുമ്പോൾ നിങ്ങൾക്ക് വർക്ക് കൂടൂല്ലേ? എങ്ങനെ? ബീട്രൂട്ട് നന്നാക്കി കൊടുത്തോ? എവിടക്കായില്ല പോണേ? കല്ലക്കാൻ പോവുക? ഒരു ചെറിയ കല്ല് കിട്ടുമോക്ക്. ചെരുപ്പ് ഇടാതെ റോഡ് ചൂടില്ലേ? ആ കല്ലൊക്കെ ചൂടുണ്ടാവുമല്ലോ. ഞാൻ മാറിക്കഴിഞ്ഞാൽ അച്ച വെക്കാം. അതായത് ഞാൻ ചൂണ്ടലിടാൻ പോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. സമയം 11 മണി 11:30 ആയി അല്ലേ? എന്തെങ്കിലുമൊക്കെ തിന്നോ? ചായ കഞ്ഞി ചായ കുടിച്ചു. രാവിലെ കുടിച്ചതല്ലേ? പിന്നെ കുടിച്ചിട്ടില്ലല്ലോ? പിന്നെ കുടിച്ചിട്ടില്ല കേട്ടോ അല്ലേ? 2 വട്ടം കുടിച്ചോ? ഇപ്പം നല്ല കുട്ടിയാണ്. അപ്പം നല്ല 2 വട്ടം കുടിച്ചു. പിന്നെ ഒരു കാറുത്തേയും കൂടി ഉണ്ട് ഇവിടെ. ഒരു കാറുത്തേയും കൂടി ഉണ്ട്. നമ്മക്ക് മുറിച്ചാലോ? ഇവിടെ ചെറിയൊരു കേട് പറ്റിയോ?
ചാടിയത് നിലത്ത് കടിയില്ലേ? പഴുത്ത് ചാടിയതാ? ജില്ല വിളിച്ചോ? എന്താ പണി? ബീട്രൂട്ടോ? അപ്പം ഞാൻ കാക്കി മാറ്റട്ടെ, കാക്കി മാറ്റിയിട്ട് റെഡി ആവട്ടെ. ഇപ്പം പോയാലൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോരാം. ഇതെന്താ സംഭവം? ഇതോളെ സ്കൂളിൽ ഗ്രൂപ്പൊക്കെ ഇടാനുള്ളതാണ്. പരിസ്ഥിതിയാണല്ലേ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. എൻ്റെ മരം എൻ്റെ ജീവൻ, മരം ഒരു വരം. അങ്ങനെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആരാ വരച്ചേ? അമ്മച്ചി വെച്ചതല്ലേ. അപ്പം 2 ഫോട്ടോ എടുക്കാം നമുക്ക്. ശരിക്ക് ചിരിച്ച് അങ്ങനെ ശരിക്കും ചാരിക്കാതെന്നാ, ചാരി നിൽക്കാതെ ചാരി നിൽക്കല്ലേ. ഇവിടെ പിടിച്ച ആ ഓക്കെ. ആ ഓക്കെ, കിട്ടി ഫോട്ടോ കിട്ടി. ഇതാണ് എൻ്റെ ഫോട്ടോ. പോരെ? ഓക്കെ അല്ലേ? ഓക്കെ, ഇത് അയച്ചു കൊടുക്കല്ലേ. കുറച്ച് ഇങ്ങോട്ട് വരൂ. ആരെയാണ് ക്യാമറ മേനോന അല്ലേ? മേനോന നല്ല പോയത്ത് കണ്ടു. അതിൻ്റെ ഇവിടെ ചെറിയൊരു ചാടിയതിൻ്റെ വിഷയമുണ്ട് അല്ലേ? കല്ലുമ്മക്ക് ചാടിയതാ? ഞാൻ പിടിച്ചോണ്ടായിരുന്നു. കണ്ടോ കറുപ്പ് കുരു, അതിൻ്റെ കുട്ടികളാണതേ. ഇനി കുരു കുഴിച്ചിട്ടാല് കറുത്തൻ്റെ കുട്ടികളുണ്ടാവും. കറുത്ത കുട്ടികൾ കേട്ടോ ഉണ്ടാവും. കറുത്ത കുട്ടികളാണെങ്കിൽ കുഴിച്ചിട്ടാൽ മതി. ആണോ? ആണോ? നമുക്ക് വലിച്ച കറൂത്ത ഇതെന്തോ ഇല്ല, പൊറോട്ട അങ്ങനല്ല. ഓക്കെ, ആ കുരു ആണല്ലോ. ഇതുമ്മ കുരു ഇല്ലല്ലോ. മേത്ത് കൂടെ അല്ല ആക്കണ്ട. മധുരണ്ടോ? നല്ല രസമല്ലേ? ഓക്കെ, ഞാൻ പോകട്ടാ. ചൂണ്ടലിടാം ചെങ്ങന്മാരെ. ഇപ്പം നമ്മൾ ചൂണ്ടലൊക്കെ എടുത്ത് പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. പുഴയിലേക്ക് ഇറങ്ങിപ്പോയി പോകണം. വെള്ളം എടുത്തേക്കണം, ചൂണ്ടലെടുത്തേക്കണം. പിന്നെ ആ ബാഗിൽ എന്തൊക്കെ തീറ്റ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെപ്പൊക്കെ ഉണ്ടോ? സെറ്റപ്പാണല്ലേ. എന്താ തണുപ്പ് ഇതുപോലത്തെ സ്ഥലങ്ങളാണ്. ഞാൻ ആ കൊതുകിനുള്ള ഒരു കൊതുക് അടിക്കാനുള്ള മരുന്നുണ്ട് എൻ്റെ അടുത്ത്. അത് തേക്കാൻ മറന്നുപോയി. ആയിക്കോ, അത് ഞാൻ തേച്ചിട്ടില്ല. ഇവിടെ കൊതുക് അടിച്ചോ? അമ്മയോ, ജസ്റ്റ് മിസ്. കൊള്ളാട്ടാ. സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഉപയോഗിക്കാത്ത വഴിയാണല്ലോ. അതാണ് കിടക്കണ ചാലിയാറിൻ്റെ മുടിത്തട്ടിലേക്കാണ് ഞാനും രമേശും വന്നിട്ടുള്ളത്. എൻ്റെ മക്കളെ കൊള്ളാട്ടാ. നമ്മളിറങ്ങി വന്ന വഴിയാണിത്. ഇതിലൊക്കെ വെള്ളം കയറിയ സ്ഥലം കേട്ടോ. അത്ര ഏരിയയൊക്കെ വെള്ളം കയറിയിരുന്നു. വെള്ളമൊക്കെ താഴ്ന്നു പോയതാണ്. ഇവിടെ ഇങ്ങനെ തണലൊന്നും ഇല്ലല്ലോ. നമുക്കാണെങ്കിൽ വെയിലില്ലാതെ കൊള്ളുന്നത് വലിയ ഇഷ്ടമല്ല. പക്ഷേ മീൻപിടുത്തത്തിൽ വെയിലുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സമയം 12 മണി കഴിഞ്ഞു, 1 മണി ആ റേഞ്ചൊക്കെ ആയി സമയം. ഇതിലൊക്കെ വെള്ളം കയറിയതാണ്. ആഹാ, ഓ മൈ ഗോഡ്, ഇതെന്താ പൈപ്പിട്ടൊക്കെ. ഹായ്, ചാലിയാറിൻ്റെ ഭംഗി കണ്ടോളി. വെള്ളം വളരെ കുറവാണ്. വെള്ളം ഇപ്പോൾ കുറയാൻ കാരണം മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇവിടെ നല്ലൊരു മഴ പെയ്തിട്ട്. ഇതാണ് ഒഡീഷയിൽ ഇവർ കഴിക്കും പറഞ്ഞ ആ പാർവത്തിൻ്റെ കായ്. ഈ കായ് ഒഡീഷക്കാർ സബ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ. ഈ പാർവത്തിൻ്റെ കായ്
ഇത് കാട്ടുപാറോത്ത്, നമ്മുടെ പാറോത്തെന്ന് പറയാം. അതിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് മരങ്ങളൊക്കെ ഫർണിച്ചറൊക്കെ നമുക്ക് കഴുകാൻ വേണ്ടി പറ്റും. ഇവിടെയാണോ എൻ്റെ സ്പോട്ടൊക്കെ മറന്നത്? എന്താ പൊറാട്ട ചാറും ഇതുണ്ട് ചങ്ങ മരങ്ങൾ. രമേശിൻ്റെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മൾ ചൂണ്ടലിട്ടിട്ട് അതിൻ്റെ പറമ അല്ലെങ്കിൽ നമ്മളെവിടെ കെട്ടി വെക്കണ്ടെങ്കിൽ ആവുമ്പോൾ വെക്കുക. അപ്പോൾ മീൻ കൊത്തുമ്പോൾ ഇങ്ങനെ അത് കോഴിത്തീറ്റ തെല്ലറ്റ് ഒക്കെ ഉണ്ട്. അതെന്താ മിക്സ് ചെയ്യാൻ കൊണ്ടുപോവാ? നമുക്ക് ആ മിക്സിങ് ഒന്ന് കണ്ടാലോ. തീറ്റ ഉണ്ടാക്കുകയാണ്, തീറ്റ. അതായത് പുയരെ ഉണ്ട് ഞങ്ങളടുത്ത്. പക്ഷെ എന്നാലും ഇതിപ്പോൾ കാര്യമായിട്ട് ഓനാണ് പുറത്തക്കാരൻ. ഞാൻ വെറുതെ ഇങ്ങനെ ഇங்கே നമുക്ക് ഓട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നി. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പറിച്ചുകൊണ്ടല്ലോണ്ടേ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് നോക്കാം. ഇവിടെയൊക്കെ ഇട്ട് നോക്കിയാൽ മിക്കവാറും നമുക്ക് ഇട്ടുണ്ടോ കൊതുക് കടിച്ചുണ്ടോ. അതാണ് ഞാൻ ആ കൊതുകിൻ്റെ മരുന്ന് വെച്ചില്ല. അവനെ സോറി കേട്ടോ, എന്നോട് പ്രകൃതി സ്നേഹികൾ എന്നോട് ക്ഷമിക്കണം. ഒരു കൊതുകിനെ ഞാൻ കൊന്നു. അതിലെന്തൊക്കെയാ ഇത് കോഴിത്തീറ്റയാണ്, ശർക്കര. ഇതുണ്ടാക്കിയിട്ട് നമുക്കെന്നെ നിന്നാലോ. ഇത് മൈദ, തെല്ലറ്റ്, ഇത്ര സാധനങ്ങൾ വേണം. എനിക്ക് ഈ തീറ്റക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് പൈസ ചിലവായില്ലേ. ഓ മൈ ഗോഡ്, ഇതിന് തന്നെ ഇപ്പോൾ എത്ര പൈസയായി. ഇതൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് വേണം ചൂണ്ടലിടാൻ. കൊള്ളാട്ടെ, നമുക്ക് അതിൻ്റെ മിക്സിങ് കാര്യങ്ങളൊക്കെ കാണാം. ഞങ്ങളവിടെ ഇങ്ങനെയൊക്കെ തീറ്റ ഉണ്ടാക്കും. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവാം, പക്ഷേങ്കിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ, കൂട്ടുകളിലൊക്കെ മാറ്റം ഉണ്ടാവും. ഓൻ്റെ എങ്ങനെ നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്, തീറ്റ ഉണ്ടാക്കുന്നത്. ഞാൻ അത് ഉണ്ടാക്കല്ലേ, നമ്മൾ പോയേക്ക് വരികയാണെങ്കിൽ പോയതുകൊണ്ടിടുന്നല്ലാതെ ഇവരെ മാറ്റി പ്രൊഫഷണൽ അല്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് എറിയാം. പക്ഷെ വെള്ളം കലക്കുന്നുണ്ടെന്ന് പറയണോ. വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ വല്ലാതെ കിട്ടൂല, കൊത്തൂല. പിന്നെ വേറെ പരിപാടിയും കൂടി ഉണ്ട്. നമ്മൾ ഇത്തരം തീറ്റകളൊക്കെ ഉപയോഗിച്ച് ഒരു ഏരിയയിൽ ചൂണ്ടലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ആ ഒരു ഏരിയയ്ക്ക് തന്നെ വന്ന് ചൂണ്ടലിടണമെന്നാണ്. അപ്പോഴാണ് അതായത് മീനുകൾക്ക് മനസ്സിലാവും അവർക്കുള്ള തീറ്റ അവിടെ ഈ ഒരു സമയമാകുമ്പോഴേക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു സമയം കണക്കാക്കി വന്ന് ഇവിടെ ഇടുകയാണെങ്കിൽ ആ ടൈമിൽ മീനുകൾ ഉണ്ടാവും. അത് കിട്ടുവാനും സാധ്യതയുണ്ട്. മാസങ്ങളോളം അവനൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട് അങ്ങനെ എന്നാണ് പറഞ്ഞത്. ഏതായാലും കൊള്ളാൻ, വെയിലും കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇതിൽ ചാർജ് കുറവാണ് ബാറ്ററിയിൽ. അപ്പോൾ മുഴുവനായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. നല്ല അടിപൊളി സ്ഥലമാണ്, മനോഹരമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ യൂട്ടേൺ അടിച്ചാൽ പോകണം. അപ്പോൾ അതിൻ്റെ മേലെ പോയിട്ടാണ് ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നത്, ആമസോൺ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. തെല്ലറ്റ് നനയ്ക്കുക, ശർക്കര അവന് അരിഞ്ഞ് പൊടിച്ച് തരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെയൊക്കെയാണ് പരിപാടികൾ. നയിക്ക് അത് പൊതിരാൻ വേണ്ടി വെച്ചാണല്ലേ. കോഴിത്തീറ്റ അതിലിട്ട് തെല്ലറ്റിലിട്ട് കുഴച്ച് മറിച്ചെടുക്കുന്നു. മൈദ ഇട്ട് കുഴച്ച് മറക്കണ്ടല്ലേ. ഇത്രയും തീറ്റ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുമോ? തിന്നാൻ കൊടുക്കല്ലേ. അതെ, തിന്നാൻ കൊടുക്കാം. നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, തിന്നാൻ കൊടുക്കാം. മൈദയും കൂട്ടി കുഴച്ചു. ഇനിയിപ്പോൾ ശർക്കരയും തന്നെ അതിക്ക് വെട്ടി അരിഞ്ഞിട്ട് ഇത്രയും നല്ല നല്ല സാധനങ്ങളൊക്കെ കടയുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉരുളിട്ട് തിന്നാൽ പോരെ. ഞാനതാണ് ചിന്തിക്കണേ. മീനാട് കഴിക്കട്ടല്ലേ, ശർക്കരയുണ്ട്. കഴിക്കാം. ഓ നല്ല മധുരം. നമ്മുടെ അങ്ങനെ ഒട്ടിക്കണല്ലേ. ഇതിന് മൈദ കുറച്ച് വിട്ട് ടൈറ്റ് ആക്കല്ലേ വേണമെങ്കിൽ. നല്ല മണം, നല്ല സാധനം കേട്ടോ. പൊട്ടി കറട്ടി കാര്യമായിട്ട് ഇങ്ങനെ അറിയണ മീനുകളെ വിളിക്കുകയാണ് ഞങ്ങൾ. വെള്ളം കലങ്ങിയ മീൻ കിട്ടൂലല്ലോ, സാധ്യത കുറവാണ്. വെള്ളം തെളിവാണ്, തെളിയില്ല. നമ്മൾ തെളി പ്രതീക്ഷിച്ച് വന്നതാണ്, പാളി. എന്നാലും നോക്കാം നമുക്ക്. ക്യാമറ ചാർജും കുറവാണ്, മൊബൈലിൽ ഷൂട്ട് ചെയ്യണ്ടേ. ഇതൊന്നും ഇഷ്ടം പോലെ കൊക്കയാണല്ലോ. ഒരു കൊണ്ടിലുള്ള അങ്ങനത്തെ
രണ്ടെണ്ണം 3 4 ഉണ്ടോ? ഒന്നും എത്ര കൊക്ക ഉണ്ടോ? 4 കൊക്ക. ശരിയാണ്. എന്നിട്ട് 4 അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് വിടിച്ച ടെസ്റ്റിങ് ചെയ്യാട്ടോ. നൂലിന് ഉറപ്പുണ്ടോന്ന് കൊല്ലങ്ങളായി. പഴക്കം ചെന്ന സാധനമാണ്. ഏതുമേലും ഒന്നുമ്മ കൊളുത്തിയാൽ മതിയല്ലേ? ഞാനിതാ എനിക്ക് ചൂണ്ടലിൻ്റെ പറച്ചൂണ്ടലെടുത്തിട്ടുണ്ട്. ഞാൻ ആ മൂലക്കൽ എവിടെയിലേക്ക് ഇങ്ങനെ വെല്ലിടും. എത്ര വലിയ ഉണ്ടാക്കാക്കണോ? അതൊക്കെ എങ്ങനെ തിന്നെങ്ങയൂല്? അരി പോയി അരിയില്ലേ? ഇത് നിന്നുള്ള മീനാണ് നമുക്ക് കിട്ടണ്ടേ അല്ലേ? ഇത് മുണുങ്ങൂലേ? ഇത് പാളത്ത് പോയി അരിയില്ലേ? അരിയില്ലേ? ഈ മീൻ കൊത്തി തിന്നൂല. ഇതിങ്ങനെ വലിച്ചെടുക്കുള്ളൂ മേലെ. അപ്പം ആ വലിയിലാണ് കൊക്ക കയറുക. ഒരു വരി കിട്ടിയാൽ മതി, നടന്നാൽ മതി. ഓക്കെ, റെഡി. ഒരൊറ്റേറ് നമുക്ക് കാണാം. പിന്നെ ഞാൻ കുറച്ച് നേരം ചൂണ്ടലിട്ട് നോക്കട്ടെ. ഓനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കെങ്കിലും കിട്ടണ്ടേ. നടുക്കൊക്കെ എടുത്തോ? അത്ര കയറിയില്ല. ഇതിപ്പോൾ പഴയതായുണ്ട്. ഇതുമല്ലൊക്കെ കോട്ടിങ്ങി കഴിഞ്ഞാൽ വലിയ സാധനം കയറാം. ഓക്കെ, വെട്ടുണ്ട്. വടക്കട്ടെ. ഇനിയാണ് കളി അല്ലേ? ഞാൻ അവരുടെ വടി കുത്തിവെച്ചിട്ടുണ്ടോ? ഇനി അവിടെ ടിൻറ്റി അത് കാറ്റടിച്ചുമ്പോൾ ടിൻറ്റി അറിയില്ലേ? സിഗ്നൽ. ഓ മൈ ഗോഡ്. ഈ മീൻ കൊത്തിക്കഴിഞ്ഞാൽ കൊള്ളാം. ഓക്കെ. ഞാൻ നല്ല ചെറിയ ചൂണ്ടയിൽ കേട്ടോ. നമ്മൾ ചെറിയ മീൻ പിടിക്കാൻ വാടാൻ മുടുകേ. സംഭവം നമ്മളെ തീറ്റമ്മ ഒരുത്തൻ കയറിയിരിക്കാണ്. കൊള്ളാം, പൊളി. ആ കിണിക്കിണിയുടെ അടിഞ്ഞില്ലേ? എന്താ അവൻ്റെ ചാട്ടക്ക് കൊല്ലല്ലേ? ഇതിൻ്റെ പേരെന്താ? ചുണ്ടാനാണ്. ചുണ്ടാനെ അതാണ് മക്കളെ സാധനം. കിണി അറിഞ്ഞില്ല. ഇന്ന് ഫ്രൈ അടിക്കട്ടോ. അടക്കട്ടെ. അപ്പോൾ ഒന്ന് നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്നല്ലേ? ഞാൻ നമുക്ക് ശ്രദ്ധിക്കല്ലേ? അപ്പോൾ അമ്മലും വരും. ഇതൊന്നല്ല, ഇതിൻ്റെ വലുത് പിടിക്കാം കേട്ടോ. ഇതിൻ്റെ വലുതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ചെറുത് ശിശു, വലുതാണ് വേണ്ടത്. കിട്ടി മക്കളെ, കിട്ടി. ഓ 6 ലിറ്റി. അയ്യോ, അത് എനിക്ക് കിട്ടിയതാട്ടോ. കൊള്ളാലോ. സൂപ്പർ സാധനല്ലേ? സൂപ്പർ സാധനം. നല്ല അരല കേട്ടോ. നല്ല കൊടി കുത്തി അരലാണ്. മോനെ വലിപ്പം കൊള്ളാട്ടോ. മുട്ടും കല്ല എത്ര ഉണ്ട്. അടിച്ച് കൊല്ല്. കജ്ജിനും കാലിനൊക്കെ ഒരു വിറയില്. എന്താ അറിയില്ല. ഈ അടുത്ത കാലത്ത് ഇത്ര വലിയൊരു മീൻ ഞങ്ങളെ തോട്ടുന്ന പോലും കിട്ടിയിട്ടില്ല. അയ്യോ കൊല്ല്. ഭാഗ്യം കൊണ്ട് കിട്ടിയ ചുണ്ടുമല. പൊട്ടാൻ സാധ്യത ഉണ്ട് അല്ലേ? ഊരിപ്പോ നല്ല സാധ്യത ഉണ്ട്. നേരത്തെ ആദ്യം ചൂണ്ടലിട്ടാൽ മതിയായിരുന്നു. ഇത്ര ഉണ്ട്. വാടാൻ മൂട്ടിക്കേ. അപ്പം മുതലായില്ലേ? നമ്മൾ വന്നതിന് ഇപ്പം മുതലായി. ഹായ്. കജ്ജിനൊക്കെ ഒരു വിറയിൽ. അടുത്ത പോയര ഓർക്കട്ടെ. പോയരമ്മലാണ് ഞാൻ പൊട്ടിയുന്നത്. പോയര പാത്രം ആക്കണം അവിടെ കിടക്കണം. അവമ്മല കട്ടിയുന്നത്. ഇതിൻ്റെ ചൂണ്ടൽ പൊട്ടിയപ്പോൾ രമേശിൻ്റെ തന്നെ ഒരു ചൂണ്ടലാണ് ഈ ചൂണ്ടൽ. ഇതുമ്മ തന്നെ ഒന്നും കൂടി ഇട്ട് നോക്കഞ്ഞ് നമുക്ക് അടുത്ത കൊമ്പനെ പിടിക്കാം. ഓ ചെങ്ങന്മാരെ, ഞങ്ങൾ ഒരു 11:30 പോയിരുന്നു. ഒരു 12 മണി നേരം പൊറാട്ട വാങ്ങിക്കണം. എത്ര വാങ്ങിയത്? 2 ആളും 2 മൊത്തം 2. മതി. അപ്പോൾ അതും കൂട്ടി കുറച്ച് കറി ഉണ്ട്. അതിൽ മുക്കി തിന്നുക. ചൂണ്ടലൊക്കെ ഇട്ട് വെച്ചിരിക്കണം. കിട്ടും.
അപ്പം നമ്മൾ കൊമ്പനെ പിടിച്ചില്ലേ 2 3 4 മീൻ കിട്ടിയില്ലേ അപ്പോൾ കിട്ടിക്കോളും ആയിക്കോട്ടെ അത് കഴിക്കട്ടെ കേട്ടോ ചങ്ങന്മാരെ പുയര കഴിഞ്ഞു ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താപ്പോൾ ചെയ്യുക അവിടെ ഒരു തോണി ഉണ്ട് ഞങ്ങൾ ഇതിൽ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ എവിടെയെങ്കിലൊക്കെ കളച്ചാൽ പുയര കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ മറ്റെന്താ വെച്ചാലേ പണിയാണ് പുയരല്ലാതെ എങ്ങനെ തീറ്റമ്മ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കിട്ടൂല ഇവിടെ ഒന്നും കാണാനില്ലല്ലേ അവസാനം നമുക്ക് ഒന്നിന് കിട്ടിയിട്ടാ ആക്കണം ഒരു പുയര ചാടറ ഇവിടെ ഇങ്ങനെ കളച്ചു നോക്കാം ഇവിടെ ഉണ്ടാകുമായിരിക്കാം ഈ ഒരു ഏരിയ ഫുള്ളായിട്ടേ ഞാൻ കളച്ചതാ പുയര എത്രയും കിട്ടി എന്താ ഓ പക്ഷെ ഇത് പോരാ ഇനി കുറച്ചുകൂടി കിട്ടണം മേലെ കൂടെ ഒക്കെ ഇങ്ങനെ കളച്ച് പോയി നോക്കട്ടെ കേട്ടോ ഇത് നമ്മൾ കൊണ്ടുവന്നത് കഴിഞ്ഞതാണ് അതാണപ്പോൾ ഈ വിഷയം ഉണ്ടായതില്ല എന്നാണെങ്കിൽ കയ്യെന്ന് പറഞ്ഞാൽ ചത്തുപോയി കുറേ ചൂടായിട്ട് ചത്തുപോയി ഇപ്പോൾ വല്ല വെയിലൊക്കെ പോയി നല്ല കൊത്തേണ്ട സമയമായിട്ടുണ്ട് എന്തോ ഉണ്ടോ സാധനം ഉണ്ടോ ഓ എന്തോ കാര്യമായിട്ട് കിണി 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 അറിഞ്ഞ് ഓ വാടാ മുടുകെ പോയോ ഐ മോനെ അതിൻ്റെ ഒരു സങ്കടേ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല ഓ അടുത്തൊരു കിണി കിണി കെട്ടി ഓ പെരും കാറ്റാണ് ഇവിടെ നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റാണ് പിടുത്തം വിട്ട കാറ്റാണ് 2 എണ്ണോ എനിക്ക് കിട്ടുകയാണെങ്കിൽ 2 എണ്ണം ഉണ്ടാവൂലേ നന്നായി ഇവർ 2 ആളാണ് കിണി കിണി പറഞ്ഞേ അത് കടുങ്ങാലല്ലേ ഓക്കെ ഇത് ചുണ്ടൻ ഇപ്പം 3 എണ്ണം കയറിയില്ലേ അവിടെ തന്നെ ഇട്ടോ ഞാൻ ഒന്ന് മേലേക്കോട്ടെ നമ്മൾ നേരത്തെ പോയടക്കാൻ പോയടുത്ത് അവിടെ ഒരു പാറയുണ്ട് അപ്പോൾ ആ ഒരു പാറൻ്റെ അവിടെ ഇട്ടോക്കാം നമുക്ക് ഇവിടെ നമുക്ക് കുത്തണൊക്കെ ഉണ്ടോ പക്ഷേ ഇത് കിട്ടുന്നില്ല അപ്പോൾ പാറൻ്റെ അവിടെ പോയിട്ട് ചേഞ്ച് ആക്കാൻ പറ്റും ഇവിടെ കാലിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ടൊക്കെയാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം അതാണ് അവിടെയൊക്കെ കണ്ടോ തോണിയിൽ മീൻപിടുത്താണോ എന്താണോ എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുള്ള 1 2 3 4 5 6 ആൾക്കാരുണ്ട് അവിടെ ഏതായാലും ഓരോരുടെ ആൾക്കാർ എനിക്കിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ മീൻ കിട്ടിയിട്ടില്ലെങ്കിലും ഇവിടേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ അങ്ങനെയുണ്ട് അടിപൊളി വ്യൂ ആണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ചാലിയാറ് എത്ര നല്ല സുന്ദരിയാണെന്നുള്ളത് നമുക്ക് ഇവിടേക്ക് ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങകലെ അവർ ആ തോണിയിലിരുന്ന് എന്തോ ഒരു പണിയിലാണ് അവർ ചിലപ്പോൾ ചൂണ്ടയിട തന്നെ ആവാം ആ ഒരു എന്താ പറയുക ഫോറസ്റ്റിനുള്ളിലൂടെ അങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു പ്രതിനിധിയാണ് ഈ ഒരു പുഴയ്ക്കുള്ളത് എന്താ മനോഹരമായിട്ടുള്ള കാഴ്ച അവിടെ എവിടെ ഒരു ബിൽഡിങ് പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഇവിടെ കൊത്തണില്ല ഞാൻ അവിടേക്ക് തന്നെ പോവുകയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയും കണ്ട് കുറേ നേരം ഇരുന്ന് ഞാൻ ചെങ്ങന്മാരെ 6:20 ഇതാണ് നമ്മുടെ ഫുൾ മീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇതാണ് ആരൽ മനസ്സിലായില്ലേ ആരലിനെ കണ്ടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ചുണ്ടാൻ നമുക്ക് 1 2 3 4 5 6 7 ചുണ്ടാനും കിട്ടിയാണ് ഒരാരിലും കിട്ടിയാണ് ഇത്രയും മീനാണ് നമുക്ക് ഉച്ചക്ക് 12 മണി തൊട്ട് 6:30 വരെ ചൂണ്ടയിട്ടിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന് വീട്ടിലേക്ക് തന്നെ പോവാട്ടോ മൊത്തത്തിൽ നിർത്തി പരിപാടി സാധനം എടുക്ക് ഇവിടെ ആരോ എനിക്ക് മീൻ കിട്ടൂല എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ അങ്ങനെ നിൽക്കണേ ഓർക്കൊന്ന് മീൻ കാണിച്ചു കൊടുക്കാം ഫുൾ മീൻ തന്നിച്ച് ഇത് കാണിങ്ങൾ ഇതാണ് മീനാര്യ ഓനിട്ടിയത് ഉണ്ട് ഇതില് ഓനിട്ടിയത് എനിക്ക് കിട്ടിയതുണ്ട് അത് ഇത് തുറക്ക് രമേശിന് കിട്ടിയത് വേറെ കാണിച്ചു പൊക്ക് അതിന് വള്ളി ഉണ്ടാവുകയെ ഇതിന് വേണ്ടോ ദിച്ചിട്ടി ആരില് എനിക്ക് കിട്ടൂല പറഞ്ഞാണ് രമേശിന്റെ അടിച്ചു കൊടുത്താ അതൊക്കെ ഓന് കിട്ടിയത് അതോ കൊണ്ടുപോയിക്കോട്ടെ എന്നാ കൊണ്ടുപോയിക്കോ ഇതൊക്കെപ്പാടെ ഇവിടെ തിന്നൊന്നുമില്ല അതിലില്ല ഒരു മീൻ
അതെന്നെ മേടിച്ചു പറഞ്ഞു. ഓക്കേടാ, ഞാൻ പിന്നെ ഒരിക്കലും കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ആരിൻ്റെ അത്ര വലിപ്പുണ്ട്? ആ, എന്തെങ്ങൾക്ക് വിശ്വാസമില്ലാത്ത? നമ്മളെ മീന് നന്നാക്കി പൊരിക്കുവാണ് ഞങ്ങൾ. 2, 4, 6, 8 പീസ് ഉണ്ട് കേട്ടോ. നല്ല മുരിഞ്ഞ് സെറ്റായി വരട്ടെ. എന്തെങ്കിലും കുക്കിങ്ങൊക്കെ ഓളാട്ടോ. ആര്യക്ക് മുട്ടായി കൊണ്ടുവന്നിട്ടില്ല. ആര്യൻ്റെ പരാതി ഉണ്ട്. അത് ഇപ്പോൾ ആപ്പിയിലേക്ക് നമ്മുടെ ആരൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആരൽ മീനാണ് പോലോ. ടൈറ്റ് ഇറച്ചിയായിരിക്കും. ഉപ്പ് കുറവുണ്ടോ? ആര്യന്നുണ്ടോ? രസമുണ്ടോ? ആരിൽ രസമുണ്ടോ? കൊള്ളാല്ലേ? എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, ടാറ്റാ. ഓക്കെ.